അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു PR എക്സസൈസിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പദ്ധതിയുമല്ല. ബഹുമാനപ്പെട്ട ശ്രീ FB രാജേഷിൻ്റേത് ഒരു എന്താണ് അത്രയും ധാർഷ്ട്യം അദ്ദേഹത്തിന് വേണോ എന്നൊരു സുഹൃത്തെന്നുള്ള നിലയിലും കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇത് പ്രഖ്യാപനം നടത്തുകയാണിപ്പോൾ, ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് സർക്കാർ പറയുകയാണ്. നേരത്തെ തന്നെ വിമർശനങ്ങളുണ്ട്, അത് വേറെ ഒന്ന്. ഇത് ഒരു ഒട്ടും സതുദ്ദേശപരമല്ല. ഇത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവസാനത്തെ അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു PR എക്സസൈസിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പദ്ധതിയുമല്ല. ഒന്നാമത് ഈ പട്ടിണിയെ, ദാരിദ്ര്യത്തെ നമ്മൾ ഈ അതിദരിദ്രർ അല്ലാത്തത് അതിൻ്റെ ഒരു അളവ് പോലെ എന്താണെന്ന് ഈ നേരത്തെയൊക്കെ ചെയ്തതുപോലെയുള്ള ഈ തീവ്രത അളക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു ഇടതുപക്ഷ പദ്ധതിയേ അല്ല. ഇവിടെ അതിനൊരു സാഹചര്യമുണ്ട്, അത് ഞാൻ പറയാം. ഇവിടെ നേരത്തെ തന്നെ ഗവൺമെൻറ് ഉത്തരവിലൂടെ 8/7/2022 ഗവൺമെൻറ് ഉത്തരവിലൂടെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ ഇത് UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDG പ്രകാരം ഉള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളത് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. UN-ന്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ അവരിപ്പോൾ പറയുന്ന മാനദണ്ഡം $2.66 പെർ ഡേ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 235 രൂപ നമ്മുടെ ഇപ്പോഴത്തെ വിനിമയ കണക്കനുസരിച്ച് വരും. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ 0.55% അതിദരിദ്രരാണെന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ വന്നപ്പോൾ 0.2% അത് കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ത് മാനദണ്ഡം എന്നുള്ളത് ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൽ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയും എത്താത്ത ദരിദ്രരെയാണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1000 രൂപ സർക്കാർ ഒരു മാസം കൊടുത്താൽ ഒരു ദിവസം 33 രൂപ കിട്ടുന്നവരൊന്നും അതിദരിദ്രരല്ല എന്നാണ് അവർ പറയുന്നത്. 2 ചായ, കാലിച്ചായ കുടിക്കാം, അല്ലെ 1.5 കാപ്പി കുടിക്കാം. ഇതാണ് സർക്കാരിൻ്റെ മാനദണ്ഡമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് അവർക്ക് ചായ കുടിക്കാൻ പണം കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഇവരിത് പറയുകയാണ്. ഇതിൽ 3500ഓളം വീടുകൾ കൊടുത്തു. ഈ 64,000-ൽ 3500ഓളം വീടുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. കേരളത്തിൽ വീടുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലെ വീടുകളില്ലാതെ പാർപ്പിടമില്ലാത്തവർക്കാണ്. ലൈഫ് മിഷനിൽ ഇനി ഒരു നീണ്ട അപേക്ഷ കാത്തു നിൽപ്പുണ്ട്. ലൈഫ് മിഷൻ്റെ അപേക്ഷ സ്വീകരിക്കാത്തത് കൊണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന ഘട്ടമാകുമ്പോൾ കൊടുക്കാൻ നിൽക്കുന്നവരും കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഗവൺമെൻറ് മറച്ചു വെക്കുന്ന കാര്യമല്ല. 28 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, ഇതൊക്കെ പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് അതിനെയൊക്കെ വിമർശിച്ചവരാണ്, നമ്മളെല്ലാവരും വിമർശിച്ചതാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിലൂടെ ഇവരെല്ലാം ഫൈനാൻഷ്യലി ഇൻക്ലൂഡഡ് ആയി എന്ന് പറയുന്ന ഒരു പുതിയ കഥയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ വീട്ടിലും ആധാർ കാർഡ് ഇല്ലാത്തവരും റേഷൻ കാർഡ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ദരിദ്രരോ ഒന്നുമല്ല. അപ്പോൾ ഈ ദരിദ്രർക്കുള്ള മാനദണ്ഡമായിട്ട് ഇതിനെ കാണുന്നത് അതല്ല മാനദണ്ഡം. അപ്പോൾ ഈ 64,000 പേരുടെ ലിസ്റ്റ് നമ്മുടെ പരിസരത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവരാണോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് റേഷൻ എത്തിച്ചാലും പാചകം ചെയ്യാൻ കഴിയാത്തവർ, പിന്നെ HIV ബാധിക്കപ്പെട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടവർ, അങ്ങനെ പറയുന്ന അവിടെയാണ് ഈ കത്തിലൂടെ ഇവർ പ്രമുഖരായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെ ഞങ്ങളെപ്പോലുള്ളവരും അതിലുണ്ടെന്നുള്ളത് ശരിയാണ്. അവർക്കൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കണ്ടേ എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ചോദിക്കുന്നത്. ആ പേരുകൾ അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് അവരെ അഗതികളെ പരിപാലിക്കുന്നതാണോ എന്ന് ചോദിച്ചത്. അവിടെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാനിവിടുത്തെ സാധാരണ ജനങ്ങൾ, ഇത് കേൾക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ രാത്രി 10 മണിയാകുമ്പോൾ നമ്മുടെ പ്രദേശത്തൂടെ ഇറങ്ങി ഈ കടത്തിണ്ണകളിൽ കിടക്കുന്നവരെ ഒന്ന് കാണണം. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ നിങ്ങളുടെ ക്യാമറ ഇന്ന് രാത്രിയിൽ ഒന്ന് ഓടിച്ചിട്ട് ആ കടത്തിണ്ണയിൽ കിടക്കുന്നവരെ ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ഇവരെ ഏത് ഗണത്തിൽപ്പെടുത്തും? മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ 2 മണിക്ക് കൊടുക്കുന്ന ഊണിന് വേണ്ടി 10:30 മുതൽ ക്യൂ നിൽക്കുന്നവരെ, ഞാൻ അവിടുന്ന് ആഹാരം കിട്ടിയാൽ നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചല്ല പറയും. ഈ 4 മണിക്കൂർ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്നവരെ, അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആണ് ഇതിലേക്ക് നയിക്കുന്നതെന്നും
കാര്യം ഇങ്ങനെ അല്ലാത്തവർ പോലും അതിലേക്ക് വഴുതി വീഴുകയാണ് വീട്ടിലൊരു അസുഖം വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആണെന്നും അതിന് പരിഹാരം കാണണമെന്നും പോവർട്ടി റീപ്രൊഡ്യൂസസ് പോവർട്ടി എന്നോ അങ്ങനെയൊക്കെ അവർ വിശദമായി പറയുന്നുണ്ട്. ആ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 59.1% എന്നാണ് പറയുന്നത് കേരളത്തിലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇത് ഈ പ്രഖ്യാപനം ഇപ്പം 4000 ചില്ലുവാനോ ആൾക്കാർ പേര് മരണപ്പെട്ടു, 236 നോമാഡിക് ഫാമിലി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ പ്രഖ്യാപനം എന്തിന്റെ തുടർച്ചയാണെന്ന് അറിയാം. നേരത്തെ ചോദിച്ചില്ലേ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, ഉത്തർപ്രദേശിലും ഇവിടുത്തെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യ എക്സ്ട്രീംലി പോവർട്ടിയെ അതിജീവിച്ചു എന്നാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ മാത്രമല്ല വിദേശത്തുള്ള പല ഏജൻസികളും നടത്തുന്ന ലോകബാങ്കിന്റെ കണക്ക് അനുസരിച്ച് 27% നിന്ന് 5% എത്തി എന്നുള്ളതാണ് ഇന്ത്യയുടെ അവകാശം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അല്ല, ഒരു വാചകം കൂടെ പറയട്ടെ. ആനുപാതികമായിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഈ കണക്ക് ശരിയാണെങ്കിൽ വേൾഡ് ബാങ്കിന്റെ മറ്റു പല റിപ്പോർട്ടുണ്ട്, ഞാൻ പിന്നീട് സമയം കിട്ടിയാൽ പറയാം, അതിലേക്ക് നയിച്ച ആനുപാതികമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൈവരിച്ച പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടിയാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ആ കണക്ക് ശരിയാണെങ്കിൽ ആ കണക്കും വിശ്വസനീയമല്ല, ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. പക്ഷേ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഇന്നീക്വാളിറ്റിയുടെ മധ്യത്തിൽ ഇങ്ങനെ ചില കണക്കുകൾ, ചില ജിനി കോയിഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ അതിജീവിക്കപ്പെട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2020 ട്രംപ് വന്നപ്പോൾ ഗുജറാത്തിൽ കെട്ടിയ ഒരു വലിയ വോളുണ്ട് സ്ലമ്മിനെ മറയ്ക്കാൻ. നാളെ സർക്കാർ ഇവിടെ ചെയ്യുന്നത്, 3 പ്രഗത്ഭ നടന്മാരുൾപ്പെടെ ചെയ്യുന്നത് ഒരു വെർച്വലായിട്ടൊരു മതില് കെട്ടുകയാണ്. ഇവിടുത്തെ ചില യാഥാർത്ഥ്യങ്ങൾ മറയ്ക്കാനുള്ള മതില് കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് നമ്മളെ സ്വയം കബളിപ്പിക്കലാണ്. അതുകൊണ്ട് ഈ പ്രഖ്യാപനത്തെ ജനങ്ങൾ ഒന്നായി എതിർക്കണം. അതാണ് വിമർശനം. എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. നാളെ സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നതേയുള്ളൂ. അതിന്റെ എത്രത്തോളമാണ് സർക്കാരിന്റെ അവകാശവാദം മുന്നോട്ട് വെക്കുക എന്നുള്ളതടക്കം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, 64,000 കുടുംബങ്ങൾ അവർക്ക് കരകയറാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ചുവടുവെപ്പ് അത് എവിടെ നിന്നാണ്? 2021 നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് ഏറ്റവും മികച്ച പോയിന്റിൽ നിൽക്കുന്ന ഇടത്ത് നിന്ന് പിന്നെയും നമ്മൾ 64,000 കുടുംബങ്ങൾക്ക് ഒരു മുന്നോട്ടു പോക്കിന് വഴിയൊരുക്കിയിരിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി പ്രത്യാശ നൽകുന്നതാണ്.